രുദ്രം ഒരു സൈക്കോ പ്ലസ് ഒരു സർവൈവൽ ത്രില്ലർ. ആ ഒരു ജോണേഴ്സ് രണ്ട് ജോണറാണ്, അത് രണ്ടുകൂടി മിക്സ് ചെയ്ത ഒരു നല്ല രീതിയിൽ രസമുണ്ടായിരുന്നു. എടുത്തു പറയേണ്ടത് അതിനകത്ത് ഇമ്പോർട്ടൻസ് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലാ പടത്തിലും സൈക്കോയുടെ കഥയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡാണ് പറഞ്ഞത്. പക്ഷെ ഇതിനകത്ത് എന്തുകൊണ്ട് ഒരാൾ സൈക്കോ ആവുന്നു, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എന്തൊക്കെ സംഭവിച്ചാൽ തന്നെ ആളുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അതൊരു ന്യായമല്ലേ എന്നുള്ള രീതിയിൽ നല്ലത് കൺവീൻസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ത്രെഡാണ് ഈ സിനിമയുടെ മെയിൻ എലമെൻ്റ് എനിക്ക് ഫീൽ ചെയ്തത്. പ്ലസ് പെർഫോമൻസ് വൈസ് രാജു ഷെട്ടി അപ്പുറം നൈസായിരുന്നു. രാജു ഷെട്ടി പാരമ്പര്യമായ എക്സ്ട്രീംലി ഗുഡ്. ആൻഡ് PG നൈസായിരുന്നു, സിനിമാറ്റോഗ്രാഫി നൈസായിരുന്നു. VFX അതിനകത്തൊരു എലിയുടെ സീക്വൻസ് ഒക്കെ ഉണ്ട്, നിങ്ങൾ തിയേറ്ററിൽ വരുമ്പോൾ കാണാം, നല്ല രീതിയിൽ രസമുണ്ടായിരുന്നു. സോ മൊത്തത്തിൽ എനിക്കൊരു എബോ ആവറേജ് മൂവിയായിട്ട് ഫീൽ ചെയ്തത്. അത്യാവശ്യം നല്ല വയലൻസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വയലൻസ് ഉണ്ട്. സോ വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും മൂവി ഇതായിരിക്കും. സോ ഡു വാച്ച് ഇറ്റ്. എന്താ ഇത് പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു പുതുമുഖ സംവിധായകനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതിന് അപ്പുറത്ത് ഈ ഫിലിം വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അക്ഷയ് പറഞ്ഞ പോലെ തന്നെ ഒരു സൈക്കോ ത്രില്ലർ ആണെങ്കിൽ പോലും ഒരു സർവൈവ് ത്രില്ലറാണ്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇതിനെ രണ്ടും കൂടെ ക്ലബ് ചെയ്തുകൊണ്ട് അതിനെ ഏറ്റവും നല്ല രീതിയിൽ പിന്നെ സിനിമോട്ടോഗ്രാഫി ഉപയോഗിച്ച് VFX ഉപയോഗിച്ച് തിയേറ്ററിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രേക്ഷകരുടെ കയ്യിലാണ്. അപ്പോൾ ഒരു ഇതിലും തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യുക, എൻജോയ് ചെയ്യുക, അഭിപ്രായങ്ങൾ ജെന്യുവനായിട്ട് പറയാം. രാജ്വി ഷെട്ടിയുടെ പെർഫോമൻസ് പ്രതീക്ഷിക്കുന്നവർക്ക് എന്താണ് ഈ സിനിമയിൽ? രാജ്വി സാറിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം നമ്മൾ മലയാളത്തിൽ കണ്ടതിനേക്കാൾ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടാണ് സാർ അതിനകത്ത് പെർഫോം ചെയ്തിട്ടുള്ളത്. ആ ഒരു ക്യാരക്ടറിനെ വിവിധ മാനറിസങ്ങളിലൂടെ വിവിധ ഇമോഷനിലൂടെ കൊണ്ടുപോയിട്ട് ക്ലൈമാക്സിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ രാജീവ് സാറിൻ്റെ അപർണ ബാലമുരളിയുടെയും വ്യത്യസ്തമായിട്ടുള്ള ഗെറ്റപ്പ് ഈ പടത്തിലുടനീളം കാണാൻ കഴിയും. തിയേറ്ററിൽ തന്നെ ഈ പടം എക്സ്പീരിയൻസ് ചെയ്യാമെന്നാണ് എനിക്ക് എല്ലാവരും പറയാനുള്ളത്. ഫസ്റ്റ് ടൈം ഡയറക്ടർ മൂവിയാണെന്ന് വിചാരിച്ചാൽ ഞാൻ തലക്കളി വല്ലതായത്. കാരണം ആ രീതിയിലല്ല മേക്ക് ചെയ്യണം, ഒരു കംപ്ലീറ്റ്ലി പ്രൊഫഷണൽ രീതിയിൽ മേക്ക് ചെയ്യണം. അതിന് തിയേറ്ററിൽ വരുമ്പോൾ കാണാൻ പറ്റും. നിങ്ങളൊരിക്കലും നിരാശപ്പെട്ടില്ല, ഇതിലൊന്നും എൻജോയ് കാണാൻ പറ്റും. തീർച്ചയായും തിയേറ്ററിൽ അതുപോലെ തന്നെ ഈ ഫിലിമിൽ ഒരുപാട് എന്താ പറയുക, ചില മൊമെൻറ്റ്സൊക്കെ നമുക്ക് എന്തിനു വേണ്ടി ആയിരുന്നു അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണെന്നൊക്കെ അത് ക്ലൈമാക്സിലാണ് നമുക്കത് മനസ്സിലാവുന്നത്.